യെസ്, വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. നാട് നേരിടുന്ന പ്രശ്നങ്ങൾ, പൊതുജനം നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനും ഏതെങ്കിലുമൊക്കെ പരിഹാര മാർഗ്ഗങ്ങൾ കാണാനുമുള്ള ഒരു വാർത്താ മണിക്കൂറിലേക്ക് നമ്മൾ കടക്കുകയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ 24-ന് കഴിയാവുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഉണ്ടാകും എന്ന നെഞ്ചുറപ്പോടെ ആരംഭിക്കുന്നു പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ പ്രേക്ഷകരും നമ്മളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പോകുന്നൊരു യാത്രയാണ് ആ വാർത്താ മണിക്കൂർ. അത് പ്രേക്ഷകർക്ക് അറിയാം. കമന്റ് ബോക്സിലൊക്കെ കാര്യങ്ങൾ പറയുക. അപ്പോൾ നമ്മൾ ആദ്യ വാർത്തയിലേക്ക് പോകുന്നത് എന്താണ്? അനാസ്ഥയുടെ നേർചിത്രമായ ആലപ്പുഴ മാവേലിക്കരയിലെ കീച്ചേരിക്കടവ് പാലം തകർന്നതിൽ പൊതുമരാമത്ത് വകുപ്പ് ഒടുവിൽ അന്വേഷണം തുടങ്ങി. നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നുണ്ടായ അപകടത്തിൽ ഇന്നലെ 2 പേർക്ക് ജീവൻ നഷ്ടമാവുക കൂടി ചെയ്തു. അലൈൻമെന്റ് അടക്കം അടിമുടി പിഴവ് സംഭവിച്ചു. നേരത്തെ ആക്ഷേപമുയർന്ന പാലം നിർമ്മാണത്തിൽ മൊത്തം തുടക്കം മുതൽ തന്നെ വീഴ്ചകളാണ് എന്നുള്ളതാണ് ആരോപണം. രൂപകൽപ്പന മുതൽ കീച്ചേരിക്കടവ് പാലത്തിനുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. PWD ആകട്ടെ ഇതൊന്നും കേട്ടില്ലെന്ന മട്ടിൽ മുന്നോട്ടു പോയി. അപകടം വിളിച്ചു വരുത്തിയെന്നാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. സിസ്റ്റത്തിന്റെ വീഴ്ചയിൽ ഒരമ്മയ്ക്ക് കൂടി മകന് നഷ്ടമായി. നിർമ്മാണത്തിലിരുന്ന കീച്ചേരിക്കടവ് പാലം തകർന്നു വീണ് മരിച്ച രാഘവ് കാർത്തിക്കിന്റെ അമ്മയുടെ കണ്ണീരിന് ആര് മറുപടി നൽകും? സഹോദരൻ അക്ഷയ്ക്കൊപ്പമാണ് രാഘവ പാലം നിർമ്മാണത്തിനെത്തിയത്. നമ്മുടെ കൂടെ പണി ചെയ്യുന്ന 2 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം മരിച്ചുപോയ ബിനു എന്ന് പറഞ്ഞ ആൾ, അപ്പോൾ ആ ചേട്ടൻ അവിടെ പുള്ളിക്കാരൻ്റെ ഓൾറെഡി വീണിട്ട് അവിടുന്ന് നീന്തി കയറിപ്പോയതാണ്. അപ്പോൾ ഇവൻ വെള്ളത്തിൽ ഒഴുകി പോകുന്നത് കണ്ടുകൊണ്ടാണ് പുള്ളി രണ്ടാമത് വന്ന് ഇവനെ രക്ഷിക്കാൻ വേണ്ടി ഇവനെ പിടിച്ചു. അപ്പോൾ പുള്ളിയുടെ ചേട്ടനുണ്ടായിരുന്നു ബിജു അണ്ണൻ. അപ്പോൾ പുള്ളിയും വന്ന് ഇവർ 2 പേരും കൂടെ വന്ന് അവനെ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചുഴി പോലെ വന്ന് കറങ്ങുമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് അവനെ പിടിച്ച് പകുതി വരെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ കയറിട്ട് കൊടുത്ത് ബിജു അണ്ണൻ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അതിൽ നിന്ന് വലിച്ചു കയറ്റിയപ്പോൾ ഒരാളേ ഉള്ളൂ. അന്നേരം പറഞ്ഞു അവിടെ എത്തിയപ്പോഴത്തേന് ആദ്യം ഈ ബിജു അണ്ണൻ്റെ അനിയൻ ആദ്യം താന്നുപോയി. അത് കഴിഞ്ഞപ്പോഴത്തേന് ആ കിച്ചുവും കൂടെ താന്നങ്ങ് പോയി. ചെട്ടിക്കുളങ്ങര ചെന്നിത്തല പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കീച്ചേരിക്കടവ് പാലത്തിന്റെ നിർമ്മാണം അശാസ്ത്രീയമെന്ന് പൊതുമരാമത്ത് അധികൃതരോട് നാട്ടുകാർ നേരത്തെ പറഞ്ഞിരുന്നു. അലൈൻമെന്റിലടക്കം പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ആക്ഷേപം. പാലത്തിന്റെ ആദ്യം മുതൽ തന്നെ പറയുന്നു ഇത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഈ പാലത്തിനുള്ളത്. ജനങ്ങൾക്ക് വേണ്ടുന്നത് നല്ലൊരു റോഡും വികസന പ്രവർത്തനം എന്ന നിലയിൽ നമുക്ക് ഈ പാലവും വരുന്നതിനോട് ഇവിടുത്തെ നാട്ടുകാർക്ക് യാതൊരു വിയോജിപ്പുമില്ല. ഈ പാലം പണിയേണ്ടുന്ന രീതി എങ്ങനെയാണ് അത് അടിമുടി ആദ്യം മുതൽ തന്നെ അതിന്റെ ഈ പാലത്തിനൊരു വളവുണ്ട്. അത് നമ്മുടെ മന്ത്രി ഉൾപ്പെടെയുള്ളവരെ ബോധ്യപ്പെടുത്തിയതാണ്. അപകടത്തിൽ ഹരിപ്പാട് സ്വദേശി ബിനുവിനും ജീവൻ നഷ്ടമായിരുന്നു. അപകട കാരണം തേടി പൊതുമരാമത്ത് വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പിഴവുകൾ പരിഹരിച്ച ശേഷം മാത്രം നിർമ്മാണം തുടർന്നാൽ മതിയെന്നാണ് നാട്ടുകാരുടെ നിലപാട്. പൊതുമരാമത്തിന് കീഴിൽ നിർമ്മാണത്തിലിരുന്ന പാലത്തിന്റെ ഗർഡർ തകർന്നാണ് 2 പേർക്ക് ജീവൻ നഷ്ടമായത്. 2 കുടുംബങ്ങളുടെ പ്രതീക്ഷയറ്റു. സിസ്റ്റത്തെ പഴിചാരാതെ വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. ആലപ്പുഴയിൽ നിന്ന് മാഹിൻ ജാഫറിനൊപ്പം വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും നേരത്തെ പാലാരിവട്ടം പാലം, പഞ്ചവടി പാലം എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. ഇതിപ്പോൾ രാഷ്ട്രീയമായി കൂടി ഏറ്റെടുക്കുന്നുണ്ട് പ്രതിപക്ഷ നേരത്തെ പറഞ്ഞത് ഇതിന് ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണമെന്നാണ്. പാലാരിവട്ടം പാലത്ത് സംഭവിക്കാത്ത കാര്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നു. അടിമുടി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപകമായ അഴിമതി ഉണ്ട് എന്നൊരു ഉദാഹരണമാണ് പാലം തകർന്നതിന് കാരണം അഴിമതി എന്ന് തന്നെ പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. അവിടുത്തെ അശാസ്ത്രീയമായ നിർമ്മാണമടക്കം ചൂണ്ടിക്കാട്ടി നേരത്തെ കുറേയധികം പേർ പൊതുമരാമത്ത് വകുപ്പിനോട് നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ ആ പാലത്തിന്റെ വളവടക്കം ചൂണ്ടിക്കാട്ടി സമീപിച്ചിരുന്നതാണ്. അന്ന് വേണ്ട നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു എന്നും 2 മരണം ഒഴിവാക്കാമായിരുന്നു നാട്ടുകാർ പറയുന്നുണ്ട്. കാരണം അവിടുത്തുകാരുടെ പ്രതികരണങ്ങളിലേക്ക്. അത് ഇവിടെ തുടക്കത്തിലേ പ്രശ്നമായിരുന്നു. ഇവിടെ അവിടെ തുടങ്ങിയപ്പോഴേ അത് പ്രശ്നമാണ്. ചെറിയ വണ്ടികളെ വരത്തുള്ളൂ. ഞങ്ങളുടെ വീടുകൾ പണിയണമെങ്കിൽ ഒരു വലിയ വണ്ടി വരണം. ആ വണ്ടി വരുന്നതിന് വേണ്ടിയിട്ടുള്ള പേഴ്സില്ല. അപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ച് അതിനെപ്പറ്റി ആൾക്കാരെ വിളിച്ച് വരുത്തി. അപ്പോൾ എല്ലാ ആൾക്കാരും കൂടെ സംസാരിച്ച് അതിനെപ്പറ്റി ഒരു തീരുമാനം എടുത്തു. ഇട്ട കുറ്റി മാറ്റി ഇപ്പോൾ അവസാനം അപ്പോൾ കോൺക്രീറ്റ് ചെയ്ത കുറ്റിയാണ് ഇളക്കി അവർ കളയുന്നത് ആദ്യം. അതല്ല, ഇവിടെ ഈ അളവിനിട്ട കുറ്റി അവർ ഓരോരുത്തരും അപേക്ഷ കൊടുത്തായിരിക്കും ഇത് ചുരുക്കി ഇപ്പൊ അവസാനം വന്നപ്പം ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. കൃത്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അവര് പറയുന്നതൊന്നും അവര് അനുസരിക്കുകയോ കേൾക്കുകയോ അങ്ങനെ ഒന്നുമില്ല.
അവരുടെ സ്വന്തം ഇഷ്ടം അതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ തുടക്കം മുതലേ വിഷയങ്ങളായത് അത് തന്നെയല്ല, ഇത് സപ്പോർട്ട് പോലും കൊടുക്കാതാണ് അവർ വാർക്കാന്. സപ്പോർട്ട് കൊടുത്താൽ അവർ വെള്ളപ്പൊക്കത്തിന് ഒരു വലിയ തടി വന്ന് ഇത്തേ വന്ന് അടിച്ച് എന്നിട്ട് തന്നെ അതിനിതുണ്ടായിരുന്നു. നാട്ടുകാർ പറഞ്ഞതാണ്, നാട്ടുകാരുടെ ഇവിടെയുള്ള വീട്ടുകാർ പറഞ്ഞതാണ്, ഇത് ഒരു കാരണവശാലും നിങ്ങൾ വെള്ളം താഴെ വാർക്കരുത്. നാട്ടുകാർ എല്ലാ പാർട്ടി ആൾക്കാരും ഇവിടെ കൊടി കുത്തുകയും ഈ പണി തടഞ്ഞതുമാണ്. ഇതിൻ്റെ അലൈൻമെൻറ്റ് തന്നെ കറക്റ്റായിട്ടല്ല ചെയ്തേക്കുന്നത്. ഈ തെക്കേറ്റം വരുന്ന പാലം എൻഡ് വരുന്ന ശകലൂടെ പടിഞ്ഞോട്ട് മാറിയത് വരേണ്ടത്. അത് ഇവിടുത്തെ മേലധികാരികളുടെ അനാസ്ഥ തന്നെയാണ്. ഈ റോഡ് പ്രധാനമന്ത്രിയുടെ ഇതിലുള്ള റോഡ് തന്നെ, ഈ റോഡ് പണി തന്നെ ഈ റോഡ് ഇല്ലാതായിരുന്നു. അങ്ങനെയാണ് നാട്ടുകാർ ആക്ഷനാണ്. പക്ഷേ ഇത് ഓരോ ദിവസം കഴിയും തോറും ഇത് അനാസ്ഥ തന്നെയാണ്. അങ്ങനെയാണ് ഇപ്പം 2 ജീവിതങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ ആ കുടുംബത്തിന് ഇപ്പം കുറച്ച് വാഗ്ദാനങ്ങൾ നൽകും. ആ വാഗ്ദാനം കൊണ്ട് അവരുടെ കാര്യം നടക്കും. ആദ്യം മുതൽ തന്നെ ഇത് സാമ്പത്തികമായിട്ട് വീഴ്ചകൾ ഒരുപാടുണ്ടായ ഒരു സംഭവമാണ് ഈ പാലത്തിൻ്റേത്. ഗോപാലകൃഷ്ണ പണിക്കർ പറയുകയാണ്, പരാതി വന്നപ്പോൾ തന്നെ നിർമ്മാണം നിർത്തിവെച്ച് അന്വേഷണം നടത്തേണ്ടതായിരുന്നു. പോയ ബുദ്ധി പിടിച്ചാൽ കിട്ടുമോ ചേട്ടാ? അതാ നാളെ അവധിയുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് പറയുമോ തൃശ്ശൂർ അവധിയിലേക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നാളെ അവധിയുണ്ടോ എന്ന് സച്ചു കിച്ചു ചോദിക്കുന്നുണ്ട്. കോഴിക്കോട് ലീവ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും വലിയ മഴ പെയ്യുമ്പോഴും അലർട്ടുകൾ പ്രഖ്യാപിക്കുമ്പോഴും നാളെ ഏതെങ്കിലും ജില്ലയ്ക്ക് ഇതുവരെ അവധി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അവധി പ്രഖ്യാപിച്ചാൽ അപ്പോൾ തന്നെ അത് പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യും. കൊച്ചിയിൽ വീണ്ടും തൊഴിൽ തട്ടിപ്പെന്ന് പരാതി. ദുബായിൽ മികച്ച ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നാണ് ആരോപണം. വൈറ്റില ജനതാ റോഡിൽ പ്രവർത്തിക്കുന്ന ചാർട്ടേഡ് എയർ ട്രാവൽസിനെതിരെയാണ് പരാതി ഉയർന്നത്. ഉയർന്ന ശമ്പളത്തോടെ ജോലി എന്ന വാഗ്ദാനത്തിൽപ്പെട്ട് ഒരുപാട് പേർ വഞ്ചിതരായി. സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു. DTC അഥവാ ദുബായ് ടാക്സി കമ്പനി ഉയർന്ന ശമ്പളത്തോടൊപ്പം ജോലി, ഒപ്പം സൗജന്യമായി താമസ സ്ഥലം, ഭക്ഷണം എന്നിങ്ങനെയായിരുന്നു വാഗ്ദാനം. പത്രപരസ്യത്തിലൂടെയും വാട്സാപ്പ് മെസ്സേജുകളിലൂടെയുമാണ് ഏജൻസിയെക്കുറിച്ച് അറിയുന്നതും വരുന്നതും. വിസ, പാസ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി തരപ്പെടുത്തി നൽകി. 1.5 ലക്ഷത്തിലധികം രൂപയാണ് പോകുന്നതിനായി ഏജൻസിക്ക് നൽകിയത്. എന്നാൽ ദുബായിലെത്തിയപ്പോൾ കണ്ടത് ദുരവസ്ഥയെന്ന് ഉദ്യോഗാർത്ഥികളും കുടുംബവും. ഞാൻ 1,76,000 രൂപ കൊടുത്താണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പം ഇവർ പറഞ്ഞ കണക്ക് ഫുഡ് ഇല്ല, അക്കോമഡേഷൻ ഇല്ല. അക്കോമഡേഷൻ തന്നു, അതിന് ചാർജ് ഉണ്ട്. അത് നമ്മൾ ജോലിക്ക് കയറുമ്പോൾ അതിൽ നിന്ന് നമ്മളെ നിന്ന് പിടിക്കും. എല്ലാ മാസവും 500 ദിർഹം വെച്ച് നമ്മുടെ നിന്ന് പിടിക്കും. വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഓരോ ഡ്രൈവിംഗ് ക്ലാസ്സും അറ്റൻഡ് ചെയ്തത്. ഇവർ 4 മണിക്കൊക്കെയാണ് ക്ലാസ് വയ്ക്കുന്നത്. അപ്പോൾ 4 മണിക്ക് ക്ലാസ് വയ്ക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഡ്രൈവിംഗ് സ്കൂളിൽ എത്താൻ പറ്റത്തില്ല. നമുക്ക് അവിടെ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. ഞങ്ങൾ അവിടെ ഒന്ന് തലേദിവസം സ്റ്റേ ചെയ്യുമ്പം 12 മണിയാകുമ്പോൾ സെക്യൂരിറ്റി നമ്മളെ എല്ലാവരെയും അവിടെ സ്റ്റേ ചെയ്യുന്ന എല്ലാവരെയും വെളിയിലാക്കും. അപ്പം ഞങ്ങൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ് ഏതെങ്കിലും ചെറിയ ഷോപ്പുകളോ അടയ്ക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അതിനുശേഷം ആ ഫുട്പാത്തിൽ നമ്മളെല്ലാവരും അങ്ങനെ എന്തെങ്കിലും കബോർഡോ പേപ്പറോ എന്തെങ്കിലും വിരിച്ച് ഞങ്ങളവിടെ 4 മണി വരെ ഞങ്ങളവിടെ കിടക്കും. താമസിക്കാൻ സൗകര്യമില്ല, ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും ദൗർലഭ്യം, അങ്ങനെ തുടരുന്നു പ്രശ്നങ്ങൾ. ഞാനും അമ്മയും കൂടി പേഴ്സണലി അവരോട് കയറി രാവിലെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു 1 മാസം കൂടി വണ്ടി ഓടിക്കട്ടെ. വണ്ടി ഓടിയിട്ട് എന്റെ ഹസ്ബൻഡിന് ആകെ കിട്ടിയത് 840 ദിർഹം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ മണി 19,000 രൂപയാണ്. എൻ്റെ അനിയൻ നിലവിൽ ദുബായിൽ പെട്ട് കിടക്കുകയാണ്. പുള്ളി ഇവിടുന്ന് വലിയ ഗംഭീര വാഗ്ദാനങ്ങൾ കൊടുത്ത് 1.25 ലക്ഷം രൂപ ഈ കമ്പനി ഇവർ മേടിച്ചിട്ട് അവനെ അങ്ങോട്ട് കൊണ്ടുപോയതാണ്. ഇപ്പോൾ കഴിഞ്ഞ നവംബറിൽ പോയതാണ് ആള്. അവിടെ ചെന്ന് ലൈസൻസ് എടുത്തു, വണ്ടി കൊടുത്തു, വണ്ടി ഓടിക്കുന്നുണ്ട്. പക്ഷെ 1 രൂപ പോലും ബാലൻസ് ഇല്ല. ഏത് മാസം നോക്കി കഴിഞ്ഞാലും അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളതേ ഉള്ളൂ. അവിടെ വണ്ടിന് ഫ്യൂല് അവർ ഫ്രീ ആയിട്ട് തരും, പിന്നെ മൊബൈൽ റീചാർജ് തരും, പിന്നെ അവിടുത്തെ ട്രാൻസ്പോർട്ട് കാര്യങ്ങൾ A to Z അവർ ചെയ്തോളൂന്നാ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് ഇവർ പറഞ്ഞ ഒരു സാധനം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ടാക്സി തൊഴിലാളികളായി ഇവരുടെ പ്രശ്നം ഉടൻ പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടെന്നാണ് ഏജൻസി ഉടമകൾ നൽകുന്ന വിശദീകരണം. പ്രതിഷേധം ശക്തമായതോടെ മരട് പോലീസ് സ്ഥലത്തെത്തി. 3-ലധികം പേരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്വകാര്യ ഏജൻസി വഴി ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുമെന്ന് കൊച്ചിയിലെ വാർത്തകൾ അത് തുടർക്കഥയായി മാറുമ്പോഴാണ് വൈറ്റില ജനതാ റോഡിലെ ചാർട്ടേഡ് എയർ ട്രാവൽസിനെതിരെയുള്ള ഈ പരാതി. തൊഴിലാളികൾ ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായാണ് ഇവിടെ എത്തിയത്. നിയമ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. അങ്ങനെ പരാതി ലഭിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മരട് പോലീസും വ്യക്തമാക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും സ്വാതി കൃഷ്ണപ്പം YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ. എറണാകുളത്ത് ഹെവി റെയിൻ ആണെന്ന് ലോലൻ എന്നൊരാൾ പറയുന്നുണ്ട്. വേറൊരു പ്രേക്ഷൻ ആരെന്ന് പറഞ്ഞ ശ്രീഹരി, എറണാകുളം ജില്ലയിൽ നാളെ അവധിക്ക് സാധ്യതയുണ്ട്, നഗരം മൊത്തം വെള്ളത്തിലാണ് എന്ന് പറയുകയാണ്. അത് എന്തായാലും കളക്ടർ തീരുമാനിക്കട്ടെ. അത്
എന്തായാലും മഴ മുന്നറിയിപ്പുണ്ട്. അവധിയാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ജാഗ്രതയോടിരിക്കേണ്ട ഒരു മഴക്കാലമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മുഴപ്പിലങ്ങാട് RSS പ്രവർത്തകൻ സൂരജ് വധക്കേസിലെ 5ാം പ്രതിയുടെ ശിക്ഷ മരവിപ്പിച്ച് ഹൈക്കോടതി. പ്രതി മനോരാജിന് ജാമ്യം അനുവദിച്ചു. മനോരാജിന്റെ അപ്പീലിലാണ് ഹൈക്കോടതി നടപടി. വിഷ്ണു സുരേഷ് വാർത്തകൾ വരുമ്പോൾ ചേർന്നു. വിഷ്ണു, PM മനോജിന്റെ സഹോദരനാണ്. എന്താണ് ജാമ്യ വ്യവസ്ഥ? എന്താണ് കോടതിയിൽ ഉണ്ടായത്? കാശ്മീർ മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസുമായി ബന്ധപ്പെട്ട കേസിലെ 5ാം പ്രതിയാണ് PM മനോരാജ്. ആ കേസിൽ വിചാരണ കോടതിയുടെ വിധിയിൽ പിഴവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മനോരാജ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി അത് ശരിവെക്കുകയായിരുന്നു. വിചാരണ കോടതിയുടെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധിയിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനോരാജിനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റം താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം മനോരാജിന് ജാമ്യവും അനുവദിച്ചിട്ടുണ്ട്. 50,000 രൂപയുടെ ജാമ്യവ്യവസ്ഥയിലും ആൾ ബോണ്ടിലുമാണ് നിലവിൽ ജാമ്യവ്യവസ്ഥ. ഒപ്പം രാജ്യം വിട്ട് പുറത്തു പോകരുതെന്ന നിർദ്ദേശവുമുണ്ട്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു സൂരജ് വധക്കേസ്. ആ കേസിലെ 5ാം പ്രതിയുടെ ശിക്ഷയാണ് ഇപ്പോൾ ഹൈക്കോടതി താൽക്കാലികമായി റദ്ദു ചെയ്തിരിക്കുന്നത്. കാശ്മീർ. ഓക്കെ, വിഷ്ണു സുരേഷാണ് ആ വാർത്തയുടെ. സൂരജ് വധക്കേസിലെ 5ാം പ്രതിയാണ് PM മനോരാജ്. അദ്ദേഹത്തിന്റെ ശിക്ഷ മരവിപ്പിക്കുകയും ചെയ്തു, ജാമ്യം അനുവദിക്കുകയും ചെയ്തു. പെരിയ കേസിലെ 14ാം പ്രതി K മണികണ്ഠൻ അയോഗ്യനാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. CBI കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് നടപടി. അരുൺ പാറക്കൽ കാസർഗോഡ് എന്ന വാർത്തകളും ചേരുന്നു. അരുൺ, CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗമാണെന്നാണ് എൻ്റെ അറിവ് K മണികണ്ഠൻ. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഉത്തരവിന്റെ അല്ലെങ്കിൽ ഈ വിധിയുടെ കൂടുതൽ വിവരങ്ങൾ? CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗമാണ് K മണികണ്ഠൻ. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആയിരുന്നു. ഈ പെരിയ കേസിലെ 14ാം പ്രതിയാണ്. ഈ 14ാം പ്രതി ആയത് മുതൽ തന്നെ മണികണ്ഠൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ നിരവധി തവണ പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. അതിനുശേഷമാണ് കോൺഗ്രസ് പ്രവർത്തകനായ ബാബുരാജ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നത്. അതിനിടയിൽ ഈ CBI കോടതിയുടെ വിധിയും വന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട CBI കോടതിയുടെ വിധിയും വന്നു. അതിൽ CPIM നേതാക്കളായ 4 പേരെ, മണികണ്ഠൻ ഉൾപ്പെടെയുള്ള 4 CPIM നേതാക്കളെ കോടതി 5 വർഷം കഠിന തടവിനെ ശിക്ഷിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിധി ഉണ്ടായിരിക്കുന്നത്. K മണികണ്ഠനെ അയോഗ്യനാക്കിയിട്ടുണ്ട്. K മണികണ്ഠന് അടുത്ത 6 വർഷത്തേക്ക് ഇനി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഈ വിധി വരുമെന്ന് മനസ്സിലായതോടുകൂടി 2 ആഴ്ച മുൻപ് K മണികണ്ഠൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും അതുപോലെ തന്നെ ബ്ലോക്ക് അംഗസ്ഥാനവും രാജിവെച്ചിരുന്നു. എന്തായാലും കോൺഗ്രസ് പ്രവർത്തകനായ ബാബുരാജാണ് ഈ കേസുമായി മുന്നോട്ട് പോയത്. ഒടുവിൽ വിധി വന്നിരിക്കുന്നു. കാശ്മീർ. K മണികണ്ഠൻ അയോഗ്യൻ എന്നുള്ളതാണ് ആ വിധി. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത് ഉപകാരം ചെയ്ത് ഉപദ്രവമായി എന്നൊക്കെ പറഞ്ഞു കേട്ടില്ല. അതുപോലെ മഴക്കാലത്ത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ജനങ്ങൾക്കത് തീരാ തലവേദന. പൊതുജനത്തിനൊന്ന് റോഡിലിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അതിർത്തിയുടെ മുന്നിൽ പലയാവർത്തി പ്രശ്നം നാട്ടുകാർ പറഞ്ഞെങ്കിലും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. സംഭവം എന്താണെന്നല്ലേ തിരുവനന്തപുരത്തു നിന്നും റിനു ശ്രീധർ പറയുന്നത് എന്താണ്? മഴക്കാലമാകുമ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പതിവാണ്. മഴക്കാലജന്യ രോഗങ്ങൾ പടരാതിരിക്കുവാനാണ് അത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ. എന്നാൽ തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ കാരണം രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ്. എവിടെയെന്നല്ലേ പറയാം. ആമയിഴഞ്ചാൻ തോട്ടിലെ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മേജർ ഇറിഗേഷൻ വകുപ്പാണ് ഈ തോട്ടിൽ നിന്ന് മാലിന്യങ്ങൾ കോരി ഈ റോട്ടിലേക്ക് ഇട്ടത്. മാസങ്ങളായി ഇത് ഇവിടെ കിടന്ന രോഗങ്ങൾ പടർത്തുകയാണ്. കിഴക്കേക്കോട്ടയിലെ പ്രധാന റോഡ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കും ഗണപതി ക്ഷേത്രത്തിലേക്കും പോകുന്ന വഴി, റെയിൽവേ സ്റ്റേഷനിലേക്ക് നിരവധി പേർ ആശ്രയിക്കുന്ന പാത, ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാം ഈ റോഡിനെ. പക്ഷേ മൂക്കുപൊത്താതെ ജനങ്ങൾക്ക് ഇതുവഴി സഞ്ചരിക്കാനാകില്ല. ഇതുവഴി നടന്നു പോകുന്ന കാര്യം വളരെ ബുദ്ധിമുട്ട്. ഒരു കടയിൽ കയറി ഒരു സാധനം മേടിക്കാൻ പറ്റത്തില്ല. മഴ വന്നു കഴിഞ്ഞാൽ തന്നെ അപ്പോഴത്തന്നെ ഈ വരുന്ന വണ്ടികൾ അടിച്ച് ഈ കടയ്ക്കകത്ത് നിൽക്കുന്നവരെയും കടയ്ക്കകത്ത് വരുന്നവരെയും ഒക്കെ അടിച്ചു തീർപ്പിക്കും. ബുദ്ധിമുട്ടേ ഉള്ളൂ. ഈ ട്രാഫിക് തടസ്സമുണ്ട്, ആൾക്കാർക്ക് അസുഖം പരത്താനുള്ള എല്ലാ ഇതും അതിനകത്തുണ്ട്. ഇത് ഇപ്പോൾ കൂടെ ഇത് പരിപാടി ഇങ്ങനെയൊക്കെ തന്നെ കോരിയിടും, എസ്കേപ്പ് ആവും. പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വന്ന് അവർ എടുത്തുകൊണ്ട് പോകും. ഇറിഗേഷൻ വകുപ്പിൽ പരാതികൾ പറഞ്ഞ പ്രദേശവാസികൾ മടുത്തു. പക്ഷേ പരിഹാരമില്ല. വലിയ ബുദ്ധിമുട്ട്, രോഗം പടരും, മനുഷ്യന്മാർ മരിക്കും പോകും. ഇങ്ങനെ കട്ടിപിടി ഭയങ്കര സ്മെല്ലാണ്. നിങ്ങളിവിടെ കോർപ്പറേഷൻ ഇവിടെ
ഏത് ആൾക്കാരായിരുന്നാലും ഇവിടെ നിന്ന് മാറ്റി ഇവിടെ കൊണ്ടുപോയാൽ മതി. ഗവൺമെൻറ് ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ഈ അനാസ്ഥയ്ക്കെതിരെ ജനങ്ങൾ പ്രതികരിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ മാലിന്യം നീക്കം ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്നാണ് നഗരസഭാ കൗൺസിലറും ആരോപിക്കുന്നത്. നഗരസഭയുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ നേരിട്ട് ഇറിഗേഷൻ്റെ ആൾക്കാരെ മൊത്തം വിളിച്ചറിയിച്ചതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി പത്തരക്കണ്ട മൈതാനം കേന്ദ്രീകരിച്ച് വരുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുറ്റുവട്ടത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്താണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ഒരു അവസരമാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഈ നിമിഷം വരെ അവർ ചെയ്തിട്ടില്ല. നീക്കം ചെയ്യാൻ കരാറുകാരനെ ഏൽപ്പിച്ചെന്നും കരാറുകാരനാണ് മാലിന്യം നീക്കം ചെയ്യേണ്ട ചുമതലയെന്നുമാണ് ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും മാലിന്യ കൂമ്പാരം മഴക്കാലത്ത് റോഡിലേക്ക് ഒലിച്ചിറങ്ങുകയാണ്. പൊതുജനങ്ങൾക്കൊന്ന് റോഡിലേക്ക് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. മഴക്കാലമാണ്, രോഗങ്ങൾ പടരും. ഈ മാലിന്യമലകൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി നഗരസഭയിലും ഇറിഗേഷൻ വകുപ്പിന്റെ ഓഫീസിലും നിരവധി തവണയാണ് നാട്ടുകാർ കയറിയിറങ്ങിയത്. ഒരു ഫലവുമില്ല. ഒന്ന് മനസ്സിലാക്കുക, ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും. വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ജനങ്ങളാണ് വിധി എഴുതേണ്ടുന്നത്. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അതാണ് അവസ്ഥ. ആരിഫ് ഹാഷ്മി കളത്തൂർ പറയുന്നു. നമ്മുടെ പേരിൽ വേറെ ആളോ കൊള്ളാം. മാലിന്യം നിക്ഷേപിക്കാൻ അധികൃതർ ബദൽ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. മഴക്കാലമായതോടെ രോഗങ്ങൾ പടരാൻ സാധ്യത ഏറെയാണ്. ഓരോരുത്തരും സ്വയം ജാഗ്രത പാലിക്കണം. നാം വലിച്ചെറിയുന്ന മാലിന്യം നമുക്ക് തന്നെ ഭീഷണിയാണ്. ആരിഫ് പറയുന്ന സന്ദേശം ഒരു നല്ല സന്ദേശമാണ് കേട്ടോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അവധിയുണ്ടോ എന്ന് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്. ഇത് അവധിയുണ്ട്. എന്നറിയോ? കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി. കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കാണ് അവധി. തൃശ്ശൂരും എറണാകുളത്തൊക്കെ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതുവരെയും ഈ പറഞ്ഞ ജില്ലകളിൽ അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഒറ്റ ജില്ലയ്ക്ക് മാത്രമാണ് നാളെ അവധി. അത് കാസർഗോഡ് ജില്ലയ്ക്ക് മാത്രമാണ്. ഇനി കൂടുതൽ മഴ സാഹചര്യം കണക്കിലെടുത്ത് അവധി പ്രഖ്യാപിക്കുമെന്നാരും അറിയില്ല. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് നാളെ റെഡ് അലർട്ട് ഉള്ളത്. അതിൽ കാസർഗോഡാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റിനും ചിലയിടങ്ങളിൽ ഇടിമിന്നലിനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ, സൂക്ഷിക്കണം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ആലപ്പുഴയിൽ PDP പ്രവർത്തകർ ആംബുലൻസ് ദുരുപയോഗം ചെയ്തുവെന്ന് പരാതി. കത്തിക്കുത്ത് കേസിലെ ജാമ്യത്തിലിറങ്ങിയ പ്രതികളെ ജയിലിൽ നിന്ന് കൊണ്ടുവന്ന ആംബുലൻസിലെത്തിയ പ്രതികൾക്ക് താമരക്കുളത്ത് മാലയിട്ട് സ്വീകരണം കൊടുത്തു. SYS സാന്ത്വനം ആംബുലൻസിനെതിരെയാണ് പരാതി. ആംബുലൻസിൽ രോഗികൾ ഉണ്ടായിരുന്നില്ലെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തു. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 30-ാം തീയതി 2014 താമരക്കുളത്ത് ഒരു 4 ചെറുപ്പക്കാരെ ഒരു 6ഓളം വരുന്ന ക്രിമിനൽസ് ഇവിടെ അടുത്ത ഏരിയയിലുള്ള PDP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ കുറെ ക്രിമിനൽസ് ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്താൻ നോക്കി. ഈ രോഗികൾക്ക് ആശ്രയമാകേണ്ടതും സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ട ഈ ഗതാഗത മാർഗത്തെ ഈ ക്രിമിനലുകളെ റിലീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഈ സംഘടനയും ഈ ആംബുലൻസും താമരക്കുളത്തിന് ഒരു പറയേണ്ട കാര്യമില്ലല്ലോ. ഇതൊരു വലിയ നിയമവിരുദ്ധം തന്നെയാണ് ഇവർ കാണിച്ചു കൂട്ടി. ഇതിനെതിരെ ശക്തമായിട്ട് ഞങ്ങൾ പ്രതികരിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇതിപ്പോ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷമാണ് ഈ ആംബുലൻസ് ഇവിടെ നിന്ന് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടേക്കുന്നത്. അശ്വിൻ പാലാഴിയ വാർത്തകളിൽ അശ്വിനെയും SYSന്റെ ആംബുലൻസുകൾ വയനാടടക്കം ധാരാളമായി കണ്ടതാണ്. SYSന്റെ പ്രവർത്തകരെ രക്ഷാ ദൗത്യത്തിലൊക്കെ എല്ലാവരെയും പോലെ അവരെയും കണ്ടതാണ്. ഇതിപ്പോൾ ഉണ്ടായത് എന്താണ്? കാശ്മീർ കേരളമൊട്ടാകെ 86 സർവീസുകൾ നടത്തുന്ന ആംബുലൻസ് സർവീസാണ് SYSൻ്റേത്. ഒരുപാട് പേർക്ക് നന്മ ചെയ്യുന്ന, ഒരുപാട് രോഗികളെ സൗജന്യമായൊക്കെ ആ ആശുപത്രികളിലേക്കൊക്കെ എത്തിക്കുന്ന ആംബുലൻസുമാണ്. അതൊക്കെ അങ്ങനെയൊക്കെ തുടരുമ്പോഴുമാണ് ഈ താമരക്കുളത്ത് ഇത്തരത്തിലൊരു ദുരുപയോഗത്തിന് വേണ്ടി SYSൻ്റെ ആംബുലൻസിനെ തന്നെ PDP പ്രവർത്തകർ ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം. 2014 DYFI PDP സംഘർഷത്തിനിടെ DYFI പ്രവർത്തകർ കുത്തേറ്റിരുന്നു. ഈ സംഭവത്തിൽ കഴിഞ്ഞ മാസം PDP പ്രവർത്തകരായ 6 പേരെ കോടതി തടവുകാരാക്കി ശിക്ഷിക്കുകയും ചെയ്തു. ഇവർക്ക് ജാമ്യം കിട്ടി. ഈ ജാമ്യ ഉത്തരവുമായി പൂജപ്പുര സെൻട്രൽ ജയിലിൽ പോയതും പ്രതികളെ അവിടെ നിന്ന് താമരക്കുളത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും ഈ ആംബുലൻസിലാണ്. അതിൽ ഒരാൾക്ക് എന്തോ രോഗമുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ മറവിലാണ് ഈ 6 പേരെയും ഈ ആംബുലൻസിൽ കൊണ്ടുവരികയും താമരക്കുളത്ത് വലിയ സ്വീകരണ പരിപാടി ഒരുക്കുകയും ചെയ്തത്. അറിഞ്ഞോ അറിയാതെയോ ഈ ദുരുപയോഗത്തിന് SYSൻ്റെ ആംബുലൻസും ഇരയായി എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും നിലവിൽ ആംബുലൻസിനെതിരെയും PDP പ്രവർത്തകർക്കെതിരെയും പരാതിയുണ്ട്. RTO എൻഫോഴ്സ്മെന്റ് ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഓഫീസിലും പരാതിയുണ്ട്. അത് ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഉദ്യോഗസ്ഥർക്കും കൈമാറിയിട്ടുമുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയുമാണ്.
അശ്വിൻ പാലായാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ദേവുട്ടി വിജയ് പറഞ്ഞു അവധി ഉണ്ടോ എന്തിനാ ചോദിക്കുന്നത്? അവധി വേണ്ടവർ എടുത്തോളൂ, ആർക്കും പഠിക്കാൻ താല്പര്യമില്ല അല്ലേ, പോയിരുന്ന് ഹോംവർക്ക് ചെയ്യുക പിള്ളേരെ, അവധി ഇല്ല, ഗോ ടു ക്ലാസ്സസ് എന്ന് ദേവുട്ടി വിജയ് ടീച്ചറാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനല്ല, ഇപ്പോൾ അങ്ങനെ ഭീകരമായ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട് കളക്ടർമാർ അത് കണ്ടറിഞ്ഞ് അവധിയൊക്കെ തരുമെന്ന്. ഇപ്പോൾ കാസർഗോഡ് മാത്രമേ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പൊതുജനം കഴുതയല്ല നമ്മുടെ ജനകീയ വാർത്താ മണിക്കൂർ തൽക്കാലം പൂർണ്ണമാകുന്നു. ഇനിയിപ്പോൾ 24 റൗണ്ടപ്പിന്റെ സമയമാണ്. 24 റൗണ്ടപ്പുമായി ചേരുന്നത് ആരാണ്? ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ. ഗുഡ് ബൈ.